സ്പീക്കർ AN ഷംസീർ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയോ? അദ്ദേഹം പറയുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നവനല്ല. നിരീശ്വരവാദികളായ CPMകാർ പറയുന്നു അദ്ദേഹം വികാരം വ്രണപ്പെടുത്തിയില്ലെന്ന്. പല കാര്യങ്ങൾക്കായി CPMന്റെ ഔദാര്യങ്ങൾ പറ്റുന്ന പലരും പറയുന്നു ഷംസീർ അങ്ങനെ ചെയ്യില്ലെന്ന്. അമ്പലങ്ങളിൽ പോവുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഹൈന്ദവർ പറയുന്നു അദ്ദേഹം ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്ന്. ആര് പറയുന്നതാണ് ജനം വിശ്വസിക്കേണ്ടത്? മതവിശ്വാസികൾ പറയുന്നതോ നിരീശ്വരവാദികളായ CPMകാരും അവരെ പിന്താങ്ങി പലതും നേടാൻ ആഗ്രഹിക്കുന്നവരും പലതും കാത്തിരിക്കുന്നവരുമായ മതേതരക്കാർ പറയുന്നതോ? സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പോലും നിർണയിക്കപ്പെടുന്നതിൽ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാകുന്നു എന്ന ആരോപണം വരുന്ന കാലമാണ്. ആ സങ്കടം പറയുന്നതാകട്ടെ ഇടതുമുന്നണിയിൽ ഇത്തിരിയെങ്കിലും തന്റെ ഇടത്തോടെ കാര്യങ്ങൾ പറയാറുള്ള CPIയും അവരുടെ യുവജന സംഘടനയും. സർക്കാരിൽ നിന്നും വല്ലതും വേണ്ടവരെല്ലാം എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. മതവികാരം വ്രണപ്പെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും മതവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. ഇനി മതവികാരം വ്രണപ്പെടുത്തണമെന്ന് തനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്ന് ഷംസീർ പറയുന്നത് സത്യമാണെന്നിരിക്കട്ടെ. എങ്കിൽ എന്താണ് വേണ്ടത്? തന്റെ വാക്കുകൾ മൂലം വികാരം വ്രണപ്പെട്ടവരോട് മാപ്പ് പറയണം. അതല്ലേ അന്തസ്. ഒരാൾ കൈവീശിയപ്പോൾ അപരന്റെ കരണത്ത് കൊണ്ടു എന്നിരിക്കട്ടെ, തല്ലണമെന്ന് ഓർത്ത് കൈവീശിയതല്ല എന്നുമിരിക്കട്ടെ. അപ്പോൾ അടി കൊണ്ടവനോട് അടിച്ചില്ല എന്ന് പറയുന്നതോ തെറ്റിപ്പോയി എന്ന് പറയുന്നതോ ഏതാണ് വേണ്ടത്? അടികൊണ്ടവൻ പ്രതികരിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്നത് എന്ത് സംസ്കാരമാണ്? മതപരമായ കാര്യങ്ങളിൽ മതവിശ്വാസം ഇല്ലാത്തവർക്ക് എന്ത് കാര്യം എന്ന ചോദ്യവും ഉണ്ട്. ദൈവവിശ്വാസം ഇല്ലാത്തവർ എന്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു? അതിന് വേറെ ലക്ഷ്യം ഉണ്ടാവും എന്ന് കരുതുന്നതാവുമോ തെറ്റ്? ചില മതങ്ങളെ നിന്ദിക്കുന്നതാണ് ഇക്കൂട്ടരുടെ മതേതരത്വം എന്നുണ്ടോ? കക്കുകളി നാടകം കേരളത്തിൽ അഴിഞ്ഞാടിയപ്പോൾ വേദനിക്കുന്നു എന്ന് പറഞ്ഞ ക്രൈസ്തവരുടെ വികാരത്തോട് കാണിച്ച സമീപനം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. CPMന്റെ തീപ്പൊരി നേതാവ് തന്നെയാണ് ഷംസീർ. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ശേഷി തെളിയിച്ചവൻ. കേരള നിയമസഭാ സ്പീക്കർ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പ്രസിദ്ധനായ യുവജന നേതാവാണ്. 2012 DYFI നേതാവായിരുന്നപ്പോൾ നടത്തിയ ഒരു പ്രസംഗത്തിന് കോടതിയുടെ ശിക്ഷ വരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 2016 നവംബർ 24 കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് 3 മാസത്തെ തടവും 2000 രൂപ പിഴയും ശിക്ഷിച്ചതാണ്. പല വിവാദ വിഷയങ്ങളിലും CPMന്റെ ഷംസീർ പാർട്ടിക്ക് വേണ്ടി എന്തും പറയും. ഒന്നാം പിണറായി സർക്കാരിലെ KT ജലീൽ സർക്കാർ ചിലവിൽ ഖുർആൻ വിതരണം ചെയ്തതായി ആക്ഷേപം ഉയർന്നപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ സംശയത്തിൽ പുകമറയിൽ എത്തിയപ്പോഴും കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴും ജലീലിനെ പ്രതിരോധിക്കുവാൻ നിയുക്തനായിരിക്കുന്നവരിൽ പ്രമുഖനായിരുന്നു ഷംസീർ. ആ ശ്രമത്തിനിടെ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അവകാശപ്പെടുന്ന ഷംസീർ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും പുരോഗമനാശയമുള്ള മതമായും സ്ത്രീകൾക്ക് ഏറ്റവും അംഗീകാരം കൊടുക്കുന്ന മതമായും ഒക്കെ ചിത്രീകരിച്ച് മുസ്ലിം വിശ്വാസികളുടെ കയ്യടി നേടി. സ്ത്രീക്ക് പുരുഷന്റെ പകുതി അവകാശം സ്വത്തിൽ കൊടുക്കുന്ന മതം, ആൺമക്കൾ ഇല്ലാതെ മരിക്കുന്ന ദമ്പതികളുടെ സ്വത്തിന്റെ അവകാശം, ഭർത്താവിന്റെ സഹോദരന്മാർക്ക് കിട്ടുന്ന ദയാക്രമമുള്ള സമൂഹം, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാതൃകയാണെന്ന് ഷംസീർ പറഞ്ഞത് കേട്ട് പകച്ചുപോയവരുണ്ട്. പക്ഷേ അതിനുള്ള അവകാശം ഷംസീറിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഹൈന്ദവ മതത്തിലെ ശാസ്ത്ര വിരുദ്ധതയെക്കുറിച്ച് വാചാലനാകുമ്പോൾ സംശയിച്ചു പോകുന്നത് ന്യായമല്ലേ? ഓരോ മതത്തിലും സമുദായത്തിലും നവീകരണത്തിനുള്ള മുള പൊട്ടി വളരേണ്ടത് ആ സമൂഹത്തിൽ നിന്ന് തന്നെയാവണം എന്നും ഷംസീർ അന്ന് വാദിച്ചിരുന്നു. അക്കാര്യവും അദ്ദേഹം മറന്നു. നിയമസഭയിലും തീപ്പൊരിയായിരുന്നു അദ്ദേഹം. എന്നാൽ നിയമസഭാ സ്പീക്കറായതോടെ വളരെ വ്യത്യസ്തമായ മുഖമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷംസീർ അല്ലാതാകുമോ? ഇക്കഴിഞ്ഞ ജൂലൈ 24 സ്കൂളുകളിൽ നടപ്പാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ എറണാകുളം ജില്ലയിലെ ഉദ്ഘാടനം കുന്നത്തുനാട് മണ്ഡലത്തിലെ കടയിരിപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചപ്പോൾ നടത്തിയ പ്രസംഗം വലിയ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് താൻ ശാസ്ത്രബോധം ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ്. മറിച്ചുള്ള ബോധത്തിന് അദ്ദേഹം ഉപയോഗിച്ചത് ഹൈന്ദവ പ്രതീകങ്ങൾ മാത്രം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കണം. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുവാൻ നോക്കുന്നത്? വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? എന്റെ കാലത്ത് വിമാനം കണ്ടുപിടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം റൈറ്റ് സഹോദരങ്ങളാണ്. ഇപ്പോൾ അതല്ല, അത് തെറ്റാണ്.
വിമാനം ഹിന്ദുത്വ കാലത്തേ ഉണ്ട്. ലോകത്തെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. അമേരിക്കക്കാരായ റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത് എന്നാണ് പൊതുവായ അറിവ്. എന്നാൽ അതല്ല ഭാരതത്തിലെ ഇതിഹാസങ്ങളിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നത് വെറും മിത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും അത്തരമൊരു വിമാനത്തെക്കുറിച്ച് പറയുന്നു എന്നത് സത്യമാണല്ലോ. കൗരവർ ഉണ്ടായത് ഇക്കാലത്തെ വാദത്തെ അദ്ദേഹം പരിഹസിച്ചു. ചിലർ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ല, IVF ട്രീറ്റ്മെന്റിന് പോവാറുണ്ട്. വന്ധ്യതാ ചികിത്സയുടെ ഫലമായി ചിലപ്പോൾ ഇരട്ടകൾ ഉണ്ടാവാം, ചിലപ്പോൾ 3 പേരുണ്ടാവാം. ചിലർ പറയുന്നു അത് നേരത്തെ ഉള്ളതാണ്. ഇതൊന്നും ഇപ്പോൾ ഉണ്ടായതല്ല. കൗരവപട ഉണ്ടായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൂടെയാണ് എന്ന് ഹിന്ദുത്വം പഠിപ്പിക്കുന്നു, സ്പീക്കർ പറഞ്ഞു. വൈദ്യശാസ്ത്രം ഇന്ന് കൂടുതൽ മൈക്രോ ആയി. സർജറിയുണ്ട്, പ്ലാസ്റ്റിക് സർജറിയുണ്ട്. പരിക്ക് പറ്റി പെൺകുട്ടിയുടെ മുഖത്ത് കല വന്നാൽ ഡോക്ടർമാർ ചോദിക്കും, നോർമൽ സ്റ്റിച്ച് വേണോ, പ്ലാസ്റ്റിക് സർജറി വേണോ? പ്ലാസ്റ്റിക് സർജറി ഹിന്ദുത്വ കാലത്തെ ഉള്ളതാണ് എന്നാണ് പറയുന്നത്. ആരുടേതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന ചോദ്യത്തിന് മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതി എന്നാണ് ഉത്തരം, സ്പീക്കർ പറഞ്ഞു. ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹം വിമർശിച്ചു. ഇതുകേട്ട യുവമോർച്ചക്കാർ സ്പീക്കർ ഹൈന്ദവ ദൈവങ്ങളെ നിന്ദിച്ചുകൊണ്ട് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന ആരോപണവുമായി പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നു. ഇത്തരം പ്രസംഗങ്ങളിൽ ഒരു മതത്തിലെ പ്രതീകങ്ങളെ മാത്രം ഉദാഹരണങ്ങളാക്കിയാൽ ആ മതത്തിൽപ്പെട്ടവർക്ക് തോന്നാവുന്ന വികാരം തന്നെയാണത്. കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ സർക്കാർ കൈക്കൊള്ളുന്ന സമീപനങ്ങളുടെ മുഖം തുറന്നു കാട്ടുവാൻ ഷംസീറിന്റെ വാക്കുകളെ യുവമോർച്ച ആയുധമാക്കി. ഹിന്ദു വികാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് BJP എന്ന പ്രതിപക്ഷ ആരോപണം ഹിന്ദുവികാരം ഉള്ളവരെ കൂടുതലായി BJPയിൽ എത്തിക്കുന്നത് പോലെ പിണറായി സർക്കാർ നടത്തുന്ന ഓരോ മുസ്ലിം പ്രീണനത്തിന്റെയും സംഭവങ്ങൾ വിവാദമാക്കുന്നത് പിണറായി സർക്കാരിനുള്ള മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കും എന്നറിയാവുന്ന CPMന് BJPക്കാർ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം കൂടിയാണിത്. അതിലൂടെ ഹിന്ദു വികാരമുള്ളവരെ അവർക്ക് നേടാനും സാധിക്കും. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം സർക്കാരിന്റെ പല അബദ്ധങ്ങളും തുടരില്ല എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന കേരളത്തിലെ മുസ്ലിമുകളല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇപ്പോൾ സർക്കാരിന്റെ മുസ്ലിം പ്രീണന സമീപനങ്ങളിൽ നിരാശയുണ്ട്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ഇരു മുന്നണികൾക്കും സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉണ്ടായ കാലം മുതൽ അത് ഭരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നും വരുന്ന മന്ത്രിയാണ്. അവരാണ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി അല്ലാതെ മുസ്ലിമുകൾക്ക് ആനുകൂല്യങ്ങളുടെ 80% ക്രൈസ്തവരടക്കമുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് 20% വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വന്ന പിണറായി തുടക്കത്തിൽ ന്യൂനപക്ഷ വകുപ്പ് കൈവശം വെച്ചെങ്കിലും 1 വർഷം കഴിഞ്ഞപ്പോൾ അത് ഒരു മുസ്ലിമിന് തന്നെ കൈമാറി. ആ മന്ത്രിയാകട്ടെ വിഴിഞ്ഞം തുറമുഖ സമരത്തെ ക്രൈസ്തവ വർഗീയ സമരമായി ചിത്രീകരിച്ച ആളുമാണ്. അദ്ദേഹം പിണറായിയുടെ അടുത്ത ശക്തനാവുകയാണ്. വഖഫ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും TK ഹംസയുടെ രാജിക്ക് പിന്നിലും അദ്ദേഹമാണെന്നാണ് വാദം. ഒരിക്കൽ CPMന്റെ മുസ്ലിം മുഖമായിരുന്നു പഴയ കോൺഗ്രസുകാരനായ TK ഹംസ. ഒരിക്കൽ അദ്ദേഹം മുസ്ലിം ലീഗ് കോട്ട പിടിച്ച് പാർലമെന്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കളികളിൽ പുറത്തായി. ജനാധിപത്യ മുന്നണിയിലെ മുസ്ലിം ലീഗിലുള്ള സമുദായ സ്വാധീനം ഇല്ലാതാക്കി മുസ്ലിം വോട്ടുകൾ തങ്ങൾക്കൊപ്പം ആക്കുന്നതിന് പിണറായി സമസ്ത EK വിഭാഗം നേതാക്കളെ കയ്യിലെടുത്തു. അവർ പറയുന്നത് പോലെ പലതും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിൽ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ച മാറ്റങ്ങൾ പോലും സമസ്ത എതിർത്തതോടെ പരണത്ത് വെച്ച് സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ ഒരു പെൺകുട്ടി സദസ്സിലെത്തി അവൾക്കുള്ള സമ്മാനം മേടിച്ചതിന് സമസ്ത നേതാവ് നടത്തിയ പരസ്യമായ ശകാരത്തിനെതിരെ മറ്റു മതങ്ങളിലെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ നടക്കുന്ന ഒരു നേതാവും ഉണ്ടായില്ല. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിന് കോളേജിനെ ഇല്ലാതാക്കുവാൻ സമരം നയിച്ച സഖാക്കൾ പക്ഷേ ആ ദിവസം തന്നെ തൊടുപുഴയിലെ ഒരു കോളേജിൽ നടന്ന ആത്മഹത്യയും തിരുവനന്തപുരത്തെ മദ്രസയിൽ ഉണ്ടായ ആത്മഹത്യയും വിഷയമാക്കിയില്ല. തങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ് എന്ന് 4 പേർ അറിഞ്ഞോട്ടെ എന്ന മട്ടാണ് സർക്കാരിനും അവരെ നയിക്കുന്ന പാർട്ടിക്കും. അതുകൊണ്ട് ഹൈന്ദവ മതത്തെ പരിഹസിക്കുന്നതെന്ന് ഹൈന്ദവർക്ക് തോന്നുന്ന പ്രസ്താവനയും തങ്ങൾക്ക് മൈലേജ് കൂട്ടുമെന്ന് അറിയാവുന്ന സഖാക്കളെല്ലാം ഷംസീറിന് വേണ്ടി രംഗത്തിറങ്ങി. പിണറായിയിൽ നിന്നും വല്ലതും പ്രതീക്ഷിക്കുന്നവരും ഞാൻ ശാസ്ത്രബോധത്തെ സ്നേഹിക്കുന്നു എന്ന മട്ടിൽ പോസ്റ്റുകളുമായി നിരന്നു.
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഷംസീറിനെ ന്യായീകരിച്ചു. അതോടെ ഷംസീർ വീണ്ടും പത്രസമ്മേളനം വിളിച്ച് താൻ ആരെയും വേദനിപ്പിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ വാക്കുകളെ ആവർത്തിച്ചു. ഇതോടെ മുസ്ലിം സമുദായ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് നേതൃപദവിക്ക് വേണ്ടിയുള്ള നിഗൂഢ കളിയിൽ ഷംസീർ കൂട്ടുകാർ റിയാസിനേക്കാൾ മുന്നിലെത്തി. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യമെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. ഷംസീറിന്റെ പ്രസംഗം യുവമോർച്ചക്കാരും CPMകാരും തമ്മിലുള്ള രാഷ്ട്രീയ വിവാദമായി പരിണമിക്കുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 1 തിങ്കളാഴ്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഷംസീറിന്റെ വാക്കുകൾക്കെതിരെ പരസ്യമായി രംഗത്തു വന്നത്. അതോടെ അന്തരീക്ഷം വല്ലാതെ മാറി. മിണ്ടാതിരുന്ന പലരും വാ തുറന്നു. ശാസ്ത്ര സത്യം പോലെ വിശ്വാസ സത്യവും സുപ്രധാനമാണ്, സ്പീക്കർ തിരുത്തണം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. അതിലും ശക്തമായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ. ഇടതുപക്ഷത്തിന്റെ കളി ശരിക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞു, മന്ത്രി നടത്തിയത് മതവികാരം വ്രണപ്പെടുത്തുന്ന വാക്കുകളാണ്, പിൻവലിച്ച് മാപ്പ് പറയണം. പിണറായിയെ ശക്തമായി പിന്താങ്ങുന്ന SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും പ്രതികരിക്കേണ്ടി വന്നു. അദ്ദേഹം എങ്ങും തടാതെ ഒരു പ്രതികരണം നടത്തി. പ്രകോപനപരമായ പ്രസ്താവന നടത്തരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. അതിലെ സൂചന വ്യക്തമായിരുന്നു. സ്പീക്കർ ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയെന്ന് തുറന്നടിച്ച സുകുമാരൻ നായർ സ്പീക്കറായി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും അദ്ദേഹം തുടരണമോ എന്ന് സർക്കാർ തീരുമാനിക്കണമെന്നും വ്യക്തമാക്കി. വിശ്വാസികളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയതിന് സ്പീക്കർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത കാലത്തായി ലീഗ് ചില കർശന നടപടികൾ എടുക്കുന്നുണ്ട്. യൂത്ത് ലീഗ് പ്രകടനത്തിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയതിന് 1 ഡസനോളം പ്രവർത്തകരെ പുറത്താക്കിയതടക്കം പലതും. തീവ്രവാദികളെ വേണ്ട എന്ന നിലപാടിലേക്ക് ലീഗ് ഉറയ്ക്കുന്നതുപോലെ മുസ്ലിം തീവ്രവാദികളുടെ ബുദ്ധിജീവിയായി കരുതപ്പെടുന്ന അബ്ദുള്ളയും മന്ത്രി പറഞ്ഞത് ശരിയല്ലെന്ന് കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഇസ്ലാം എന്തെന്ന് ശരിക്കും അറിയാത്തതുകൊണ്ടോ ഖുർആൻ പഠിക്കാത്തതുകൊണ്ടോ വന്ന തെറ്റാവും അതെന്നും അദ്ദേഹം പറഞ്ഞു. ഗണപതി ദേവനോട് കാണിച്ച അവഹേളനത്തിന് പരിഹാരമായി ഹൈന്ദവമായ രീതിയിൽ പ്രതികരിക്കുവാനാണ് സുകുമാരൻ നായർ ആവശ്യപ്പെട്ടത്. പ്രതിഷേധ പ്രാർത്ഥനകളിൽ വിദ്വേഷം പടർത്തുന്നതോ പ്രകോപനപരമോ ആയ ഒരു വാക്കും ഉണ്ടാകരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓഗസ്റ്റ് 2 എല്ലാ കരയോഗത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിൽ ഗണപതി പൂജ നടത്തണമെന്നും തലസ്ഥാനത്തെ പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെ നാമജപ ഘോഷയാത്ര നടത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിഷേധ സമരങ്ങളിൽ മതവിദ്വേഷജനകമായ ഒരു നടപടിയും ഉണ്ടാകരുതെന്ന് അദ്ദേഹം സർക്കുലറിൽ പറഞ്ഞു. ദൈവവിശ്വാസികൾക്കും മാതൃകയാക്കാവുന്ന പ്രതിഷേധ രീതിയാണിത്. പാപികളുടെ മാനസാന്തരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒപ്പം തങ്ങളുടെ വികാരം പൊതുസമൂഹത്തെ അറിയിക്കുക. ഓഗസ്റ്റ് 2 NSS താലൂക്ക് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ ദിനാചരണം നടന്നു. ഇടതുമുന്നണിയുടെ നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരിൽ ഒരാളാണ്. സുകുമാരൻ നായരുടെ വാക്കുകൾക്ക് ഒപ്പമാണ് ഗണേഷ് കുമാറിന്റെ വികാരമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പണ്ട് മന്നത്തെ പിണക്കി കേരള കോൺഗ്രസിൽ തുടർന്നതിനെക്കുറിച്ച് എക്കാലവും അച്ഛൻ ബാലകൃഷ്ണപിള്ളയ്ക്ക് മനസ്തപിക്കേണ്ടി വന്നത് ഗണേഷിനറിയാം. പത്തനാപുരത്ത് തന്നെ വിജയിപ്പിക്കുന്ന ഘടകങ്ങളിൽ നായർ വോട്ടുകൾക്കുള്ള സ്വാധീനവും അദ്ദേഹത്തിന് അറിയാം. വിശ്വാസ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി സുകുമാരൻ നായർ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അവിടെ വെച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തെ സ്പീക്കർ നിന്ദിച്ചു. ഞങ്ങളുടെ ചങ്കിൽ കൊള്ളുന്ന പ്രയോഗമാണ് ഷംസീർ നടത്തിയത്. ഷംസീറിന്റെ പ്രസ്താവന ചങ്കിലാണ് തറച്ചത്. അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ട ശക്തി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്പീക്കർ രാജിവെക്കണമെന്ന് താൻ പറഞ്ഞില്ല, മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും സുകുമാരൻ നായർ വിശദീകരിച്ചു. ശാസ്ത്രമല്ല വിശ്വാസമാണ് വലുത്, അദ്ദേഹം പറഞ്ഞു. അതിനനുസരിച്ച് ചൊവ്വാഴ്ച വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കുകയും ചെയ്തു. വൈകുന്നേരം തലസ്ഥാന നഗരിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത നാമജപ ഘോഷയാത്രയും നടത്തി. മുറിവേൽപ്പിക്കപ്പെട്ട ഹൈന്ദവ വികാരങ്ങൾക്കു വേണ്ടി NSS തുറന്ന സമരരംഗത്ത് വന്നതോടെ BJPക്കാരുടെ ആവേശം വർദ്ധിച്ചു. കേന്ദ്രമന്ത്രി V മുരളീധരൻ NSSനെ പിന്താങ്ങി രംഗത്ത് വന്നു. BJP ഇത്രയും കാലം നോക്കിയിട്ടും നടക്കാത്ത ഒന്ന് സംഭവിക്കുന്നതിന്റെ സൂചനകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. NSS BJP ലൈൻ എടുക്കുന്നതിന്റെ സൂചനകൾ. അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ചലനം ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ഇതിന്റെ പ്രാരംഭ ദോഷം കോൺഗ്രസിനാകാം, പക്ഷേ സാവകാശം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം.
ഷംസീറിന്റെ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ തലശ്ശേരിയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ യുവമോർച്ചക്കാരുടെ മാർച്ചിൽ ജനറൽ സെക്രട്ടറി കെ.ബി. ഗണേഷ് ഏറെ പ്രകോപനപരമായ വാക്കുകളാണ് പറഞ്ഞത്. ജോസഫ് മാഷിന്റെ കൈ പോയതുപോലെ തന്റെ കൈ പോകില്ലെന്ന വിശ്വാസമായിരിക്കാം ഷംസീറിന്, ഗണേഷ് പറഞ്ഞു. എല്ലാ കാലത്തും ഹിന്ദു സമൂഹം അങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് കരുതരുത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിക്കും തീ പിടിപ്പിക്കുന്ന വാക്കുകൾ. ഇത്തരം ഒരു വികാരം പല സമൂഹങ്ങളിലും വളർത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. വിവാദം കുത്തിപ്പൊക്കണമെന്നുള്ള CPM വിട്ടില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ പാർട്ടി സംഘടിപ്പിച്ചു. സേവാ മണിപ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരുടെ സമുന്നത നേതാവ് P. ജയരാജൻ ഇത്തിരി കൂടി കടത്തി പറഞ്ഞു. ഷംസീറിനെതിരെ കൈ ഉയർത്തിയാൽ യുവമോർച്ചക്കാരന്റെ ഇടം മോർച്ചറിയാവും എന്ന്. യുവമോർച്ചക്കാരും വിട്ടില്ല. യുവമോർച്ച പ്രവർത്തകരുടെ ദേഹത്ത് മണ്ണ് വീണാൽ ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്ന് സന്ദീപ് വാര്യർ തിരിച്ചടിച്ചു. തിരുവോണ നാളിൽ ജയരാജനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിനെ ഓർമ്മിപ്പിച്ച് ഓണപ്പൂക്കളത്തിന്റെ ചിത്രം സഹിതമായിരുന്നു സന്ദീപിന്റെ ഭീഷണി. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് R.V. ബാബു ഷംസീർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാഹി പള്ളൂരിൽ യുവമോർച്ച നടത്തിയ പ്രകടനത്തിലും ഷംസീറിനും ജയരാജനും എതിരെ കൊലവിളി നടത്തി. കൈയും കാലും വെട്ടി കാളിപൂജ നടത്തും. ഇത്രയും പ്രകോപനപരമായ വെല്ലുവിളികൾ ഉയർന്നിട്ടും പോലീസ് ആരുടെ പേരിലും കേസെടുത്തില്ല. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന് 2022 മെയ് 1 രാവിലെ കേരള ജനപക്ഷം നേതാവ് PC ജോർജിനെ അരുവിത്തറയിലെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തവരാണ് കേരള പോലീസ്. ഒരു ഹർത്താൽ ദിനത്തിൽ അമ്പലത്തിലേക്ക് സ്വന്തം ഓട്ടോയിൽ കുടുംബസമേതം യാത്ര ചെയ്ത ഒരു യുവാവിനെ ആക്രമിച്ച സംഭവത്തെ ചെറുതാക്കി പറഞ്ഞ ഇളമരം കരീം സഞ്ചരിക്കുമ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും ഇതാകുമോ പ്രതികരണം എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകനെതിരെയും കേസെടുത്തു. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ 100 ദിവസത്തിലേറെ സമാധാനപൂർവ്വമായി സമരം ചെയ്തതിന് തിരുവനന്തപുരം അതിരൂപതയിലെ ആർച്ച് ബിഷപ്പിനും സഹായമെത്രാനും വികാരി ജനറലിനും വൈദികർക്കും 3000-ലധികം മത്സ്യത്തൊഴിലാളികൾക്കെതിരെയും പോലീസ് കേസെടുത്തു. മുതലപ്പൊഴിയിൽ അപകടത്തിൽപ്പെട്ട് കാണാതായവരുടെ ബന്ധുക്കൾ മന്ത്രി V. ശിവൻകുട്ടിയോട് കയർത്തതിന് തിരുവനന്തപുരം അതിരൂപതയുടെ വികാരി ജനറലിനെതിരെയും കേസെടുത്തവരാണ് നമ്മുടെ പോലീസ്. KPCC പ്രസിഡന്റ് K. സുധാകരനും യൂത്ത് ലീഗ് പ്രകടനത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയവർക്കെതിരെയും കേസെടുത്ത പോലീസ് ഇവിടെ വെറും കേൾവിക്കാരായി മാറി. അതാണ് ഈ വിവാദം തരുന്ന ഒരു പാഠം. എന്നാൽ നാമജപ ഘോഷയാത്രക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഒരു വിവാദത്തെ വളരാൻ അനുവദിക്കുന്നത് ആപത്താണ്. തെറ്റുപറ്റിയവർ മാപ്പ് പറഞ്ഞ് സമാധാനം പുനഃസ്ഥാപിക്കണം. മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നും ആരും പറയരുത്. 50 കൊല്ലം മുമ്പ് പറയാമായിരുന്ന പലതും ഇന്ന് പറയാനാവില്ല. അതാണ് നമ്മുടെ നവോത്ഥാന നേട്ടം. കേരളത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് 6 ആയുധ പരിശീലന കേന്ദ്രങ്ങൾ നടത്തിയിരുന്നതായി NIA വെളിപ്പെടുത്തി. മഞ്ചേരിയിൽ 10 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഗ്രീൻ വാലി അക്കാദമിയായിരുന്നു അവർ പിടിച്ചെടുത്ത് അടച്ചുപൂട്ടിയ 6ാമത് ആയുധ പരിശീലന കേന്ദ്രം. ജൂലൈ 31-നാണ് ഈ കേന്ദ്രം അടച്ചുപൂട്ടിച്ചത്. ഗ്രീൻ വാലി ഫൗണ്ടേഷനിൽ ആയുധ പരിശീലനവും കായിക പരിശീലനവും തീവ്രവാദ കുത്തിവെക്കലുമാണ് നടത്തിയിരുന്നതെന്ന് NIA വെളിപ്പെടുത്തി. അവർ പൂട്ടിച്ച മറ്റ് ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഇവയാണ്: മലബാർ ഹൌസ്, പെരിയാർ വാലി, വള്ളുവനാട് ഹൌസ്, കാരുമാട് ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് ട്രസ്റ്റി. ഇത്തരം പരിശീലനവും ആയി ബന്ധപ്പെട്ട് 12 മറ്റ് ഓഫീസുകളും NIA പിടിച്ചെടുത്തു. 2023 മാർച്ച് 17-ന് NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ 59 വ്യക്തികളും പോപ്പുലർ ഫ്രണ്ടും പ്രതികൾ. ഈ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതിൽ 2 വട്ടം കേരള മുഖ്യമന്ത്രിയായ പിണറായിക്കും ഉത്തരവാദിത്തമില്ലേ? കേരള പോലീസ് ഒന്നും അറിയുന്നില്ലെന്നാണോ? അറിഞ്ഞു പറഞ്ഞാലും ഫലമില്ലെന്നതാവും അവരുടെ അനുഭവം. 3 DGPമാർ വിലക്കണം എന്നാവശ്യപ്പെട്ട തീവ്രവാദ പുസ്തകം ഇനിയും വിലക്കിയോ സർക്കാർ? ഓഗസ്റ്റ് 10-ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായ NGO യൂണിയൻ രാജ്ഭവൻ മാർച്ച് നടത്തുകയാണ്. എന്താണെന്നോ ആവശ്യങ്ങൾ? കേരള സർക്കാർ കൊടുക്കാനുള്ള 6 ഗഡു ക്ഷാമബത്ത കൊടുക്കണം പോലും, പെൻഷൻ പദ്ധതി നടപ്പാക്കുക, അഴിമതി ചെറുക്കുക, വർഗീയതയെ പ്രതിരോധിക്കുക, കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കുക, നവകേരള സൃഷ്ടിക്കായി പ്രവർത്തിക്കുക. ഇതെല്ലാം ആരു ചെയ്യണമെന്ന് പറഞ്ഞാണ് ഈ നേതാക്കൾ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്? ഗവർണറോ? ഗവർണർ ഭരണത്തിൽ ഇടപെടണമെന്നാണോ? കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചതും കേരളത്തിലെ അടക്കമുള്ള IASകാർക്ക് കിട്ടുന്നതുമായ ക്ഷാമബത്ത കുടിശ്ശിക അത് കൊടുക്കാത്തത് കേരള സർക്കാരാണ്.
പഴയ പെൻഷൻ രീതി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയിട്ട് വർഷം 7 ഇപ്പോഴും പുതിയ രീതി തന്നെ തുടരുന്നു. അക്കാര്യം കേരള സർക്കാരിന്റെ സ്വന്തം സംഘടനയായ NGO യൂണിയൻ ഓർത്തു തുടങ്ങുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബദ്ധ കുടിശ്ശികയും അടക്കം ജീവനക്കാർക്ക് കിട്ടാൻ പണം കുറെ സർക്കാരിലുണ്ട്. അതേക്കുറിച്ച് എല്ലാവരും മറന്ന മട്ടിലാണ്. ഇനി ജനാധിപത്യ മുന്നണി എങ്ങാനും തിരിച്ചു വന്നാലോ എന്ന നേരിയ പ്രത്യാശ മാത്രമാണ് ജീവനക്കാർക്കുള്ളത്. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഒന്നും സാധിക്കില്ലെന്ന് അവർക്കും അറിയാം. എങ്കിലും സമരം ചെയ്യുകയെങ്കിലും ആവാമല്ലോ. അഴിമതിക്കെതിരെയും മറ്റും പറയുമ്പോൾ IG ലക്ഷ്മണൻ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വരെയാണ് ജനങ്ങളുടെ മനസ്സിൽ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോടതിയെ പോലും മറികടക്കുന്ന സംവിധാനം പ്രവർത്തിക്കുന്നു എന്നതടക്കം വലിയ ആരോപണങ്ങൾ. അപകടം പേടിച്ച് ലക്ഷ്മണൻ മലക്കം പറഞ്ഞു. ഹർജി പിൻവലിച്ചു. എല്ലാം അഭിഭാഷകൻ നോബിൾ മാത്യുവിന്റെ കുറ്റമാണെന്നാണ് പറയുന്നത്. ഇതിനിടെ 2007 ജസ്റ്റിസ് K സുകുമാരൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദേശാഭിമാനി മുൻ ലേഖകൻ G ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നു. ജസ്റ്റിസ് സുകുമാരനെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കും എന്ന് അന്ന് പിണറായി ഭീഷണിപ്പെടുത്തി എങ്കിലും ഒന്നും നടന്നില്ലെന്നാണ് ശക്തിധരൻ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്നത്. ഇതെല്ലാം പല രൂപത്തിൽ അറിയുന്നവരാണ് NGO യൂണിയൻകാർ. അതുകൊണ്ട് അഴിമതിക്കെതിരെ ഗവർണർ ഇടപെടണമെന്നാവുമോ യൂണിയൻകാർ പറയുന്നത്? ബംഗാളിൽ മലയാളിയായ ഗവർണർ ആനന്ദ് ബോസ് രാജ്ഭവനിൽ അഴിമതി സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലും വരുമോ അത്തരത്തിൽ ഒന്ന് ആവോ? എല്ലാം സ്വന്തക്കാർക്ക് കൊടുക്കുവാൻ ഇത്ര ശ്രമിച്ചിട്ടും എന്തേ ഇവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല എന്നാവും മന്ത്രിമാർ കരുതുന്നത്. കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനത്തിൽ അനധികൃതമായി മന്ത്രി ബിന്ദു ഇടപെട്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയാവും? സുപ്രീം കോടതിക്ക് സംശയം തോന്നിയിട്ടുള്ള പ്രിയ വർഗീസിന്റെ നിയമനം പറയുന്ന സത്യം എന്താണ്? UGCയും പരാതിക്കാരനായ ഡോക്ടർ ജോസഫ് സ്കറിയയും പ്രിയയുടെ നിയമനത്തിനെതിരെ സുപ്രീം കോടതിയിലാണ്. ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടു എന്ന ആരോപണം ഉന്നയിക്കുന്നത് CPI-കാരനായ വിനയനല്ലേ? ജൂറി മെമ്പർമാരായ ജെൻസി ഗ്രിഗറി, നേമം പുഷ്പരാജ് എന്നിവർ ഈ ഇടപെടലിനെ കുറിച്ച് നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. അവാർഡിൽ ഒരു പിശകും ഇല്ലെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാന്റെ PS മനു C പുളിക്കനോട് ചോദിച്ചാൽ ജൂറി അംഗങ്ങളുടെ പരാതി കിട്ടിയിരുന്നോ എന്നറിയാം എന്നാണ് വിനയൻ വെല്ലുവിളിക്കുന്നത്. വിനയന്റെ 19ാം നൂറ്റാണ്ട് പരിഗണിക്കപ്പെടാതിരിക്കുവാൻ രഞ്ജിത്ത് ശരിക്കും കളിച്ചുവെത്രേ. 1ാം റൗണ്ടിൽ തന്നെ ചിത്രം തള്ളപ്പെട്ടു. 2ാം റൗണ്ടിൽ വരാത്ത ആ സിനിമ അവസാനം ജൂറിക്ക് കാണേണ്ടി വന്നു. നല്ല പാട്ടിനുള്ള അവാർഡിന് അർഹമായ ചിത്രം 1ഉം 2ഉം റൗണ്ടുകാരിൽ ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കണ്ടത് ഗുണമായി. 19ാം നൂറ്റാണ്ടിൽ നിന്നും ചിലർ അവാർഡ് ജേതാക്കളായി. മികച്ച സംഗീത സംവിധായകൻ ജയചന്ദ്രൻ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു, എന്നെ ഒതുക്കാൻ ചലച്ചിത്ര ലോകത്ത് വലിയ നീക്കങ്ങൾ നടക്കുന്നു, അവസരങ്ങൾ തട്ടിക്കളയിപ്പിക്കുന്നു. അദ്ദേഹം സങ്കടം പറഞ്ഞു. ഇതൊന്നും ആരും വലിയ കാര്യമാക്കുന്നില്ല. ഇതെല്ലാം എല്ലാ വകുപ്പിലെയും നാട്ടുനടപ്പല്ലേ എന്നാണ് ഭാവം. അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് കേരളം വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെ സ്വയ ജീവിതത്തിന് ഭീഷണിയാവുകയാണോ? ആലുവയിൽ ഒരു പിഞ്ചുകുഞ്ഞ് അറുംകൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഈ ചോദ്യം വീണ്ടും സജീവമാവുകയാണ്. അല്ല, സമൂഹത്തിൽ ഭീതി വളർത്തുകയാണ്. 2022 ജനുവരിയിൽ കിഴക്കമ്പലത്ത് കിറ്റക്സിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ നടത്തിയ ആഘോഷം കലാപത്തിൽ കലാശിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങൾ ആരും മറന്നിട്ടില്ല. കിഴക്കമ്പലത്ത് അവർ പോലീസിനെ ആക്രമിച്ചു. പോലീസ് ജീപ്പ് കത്തിച്ചു. കൊറോണയുടെ തുടക്കകാലത്ത് ചങ്ങനാശ്ശേരിയിൽ രൂപം കൊണ്ടതുപോലുള്ള ഒന്ന്. ആസൂത്രിതമായിരുന്നു കിഴക്കമ്പലത്തെ ആ കലാപം എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. അതിനു മുമ്പ് കേരളത്തെ ആകെ നടുക്കിയ പെരുമ്പാവൂരിലെ ജിഷാവധം അടക്കമുള്ള പല കേസുകളിലും ഇവർ പ്രതികളായിട്ടുണ്ട്. പിടിച്ചുപറി, മോഷണം, ഭവനഭേദനം, വൃദ്ധജനങ്ങളെ ആക്രമിക്കൽ തുടങ്ങിയവ മുതൽ ഭീകരമായ കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും മനുഷ്യക്കടത്തും വരെയുള്ള എല്ലാത്തരം കുറ്റകൃത്യങ്ങളിലും ഇവർ വ്യാപരിക്കുന്നതായിട്ടാണ് ആക്ഷേപം ഉയരുന്നത്. ഇവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ആർക്കുമില്ല. ഉള്ള വിവരങ്ങൾ സത്യമോ എന്ന് തീർച്ചയുമില്ല. കേരളത്തിലെ സംസ്ഥാന ആസൂത്രണ ബോർഡ് നടത്തിയ പഠനമനുസരിച്ച് അടുത്ത 8 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ജനസംഖ്യയുടെ 1/6 അതിഥി തൊഴിലാളികളാകും. ആസൂത്രണ ബോർഡിലെ ഇവാലുവേഷൻ വിഭാഗം അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുന്ന അസംഘടിത തൊഴിൽ മേഖലയും നഗരവൽക്കരണവും എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഈ കണക്കുള്ളത്.
2017-18 കേരളത്തിൽ ഉണ്ടായിരുന്നത് 31.4 ലക്ഷം അതിഥി തൊഴിലാളികളായിരുന്നു എന്നതായിരുന്നു കണക്ക്. എന്നാൽ സർക്കാരിന് അറിവുള്ളത് വെറും 5 ലക്ഷം പേരെ കുറിച്ചാണ്. 2030 അത് 60 ലക്ഷം ആകുമെന്ന് കരുതപ്പെടുന്നു. അന്ന് കേരള ജനസംഖ്യ 3.6 കോടി ആയിരിക്കുമെന്നും കണക്കാക്കിയിരിക്കുന്നു. മികച്ച ജീവിത സാഹചര്യവും ഉയർന്ന കൂലിയുമാണ് കേരളത്തെ അതിഥി തൊഴിലാളികളുടെ പറുദീസയാക്കുന്നത്. 2017-18 കണക്ക് വെച്ച് നോക്കിയാൽ 2025 45.7 ലക്ഷം മുതൽ 47.9 ലക്ഷം വരെ തൊഴിലാളികൾ കേരളത്തിലെത്തും. 2030 55.9 ലക്ഷം മുതൽ 59.7 ലക്ഷം വരെയാവും അവർ. സംഖ്യ ഉയർന്നേക്കുമെന്നും പഠനം മുന്നറിയിപ്പ് തരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കേരളത്തിൽ കുടുംബമായി തുടരുന്നത് 10.3 ലക്ഷമുണ്ട്. ഇവരുടെ സംഖ്യ 3 വർഷം കൊണ്ട് 13.2 ലക്ഷമായി ഉയരും. 8 വർഷം കൊണ്ട് 15.2 ലക്ഷമായും ഉയരും. 3-4 മാസത്തേക്ക് എത്തുന്നവർ 2017-18 21.1 ലക്ഷമായിരുന്നു. 2025 ഇവർ 34.4 ലക്ഷമായും 2030 44 ലക്ഷമായും ഉയരും. അതിഥി തൊഴിലാളികൾ ഇപ്പോൾ ഏറെയുള്ളത് നിർമ്മാണ മേഖലയിലാണ്. 17.5 ലക്ഷം. ഉൽപാദന മേഖലയിൽ 6.3 ലക്ഷവും കൃഷി പോലുള്ള അനുബന്ധ മേഖലകളിൽ 3 ലക്ഷവും റെസ്റ്റോറന്റുകളിൽ 1.7 ലക്ഷം പേരും ജോലി ചെയ്യുന്നു. തൊഴിലിനായി കുടിയേറുന്നവരെ ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് ആസൂത്രണ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു. കേരളത്തിലെ സാധാരണ ജീവിതത്തിന് അനിവാര്യമായി മാറുകയാണ് അതിഥി തൊഴിലാളികൾ. കാരണം ഇവിടെ വല്ലാത്ത ജനക്ഷാമമായി. മികച്ച ജീവിത സാഹചര്യം തേടി മിക്കവരും വിദേശത്തേക്ക് കുടിയേറുന്നു. പല ജോലിക്കും മലയാളികൾ ഇല്ലാത്ത സാഹചര്യമായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് കേരളം സ്വീകരിച്ച് ആദരിക്കുന്ന തൊഴിലാളികളെ കുറിച്ച് വിശദമായി പഠിക്കേണ്ടതും അവരെ സംബന്ധിച്ച കൃത്യമായ രേഖകൾ ഉണ്ടാക്കേണ്ടതും അത്യാവശ്യമായി വരികയാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം നാടുവിടുന്ന സംഭവങ്ങൾ പലതായിട്ടുണ്ട്. പലരും തരുന്ന വിവരങ്ങൾ സത്യസന്ധമല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ ഗൂഢലക്ഷ്യങ്ങളോടെ കടന്നുവരുന്നവർ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നാട്ടിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും അത്യാവശ്യവുമാണ്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ വരെ അവർക്കിടയിൽ ഉണ്ടെന്നും ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നു. കിറ്റക്സ് സംഭവത്തെക്കുറിച്ചും അതിലെ പ്രതികളായ കേരളത്തിലെ അതിഥി തൊഴിലാളികളെക്കുറിച്ചും ഗൗരവമായി അന്വേഷിക്കുവാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ എല്ലാ ക്യാമ്പുകളും സന്ദർശിക്കുവാനും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും തീരുമാനിച്ചിരുന്നു. ഇപ്പോഴും അതുതന്നെ പറയുന്നു. അവരുമായി SHOമാർക്ക് ബന്ധമുണ്ടാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നടപടികൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഉത്തരവ് നൽകിയിട്ടുണ്ട്. കുടിയേറ്റക്കാരുടെ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിന് സ്വീകരിക്കേണ്ട പ്രധാന നടപടികളെക്കുറിച്ച് ഗ്രീസിലെ സന്ദർശനത്തിന് ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങുമ്പോൾ ഡിസംബർ 17 വിമാനത്താവളത്തിൽ വെച്ച് പത്രലേഖകരോട് സംസാരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകൾ സുപ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞു, കുടിയേറ്റക്കാർ മുഖ്യ സമൂഹമായി സംയോജിപ്പിക്കപ്പെടണം. കാരണം കുടിയേറ്റക്കാരനെ സംയോജിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് ഒരു തരം ഗെറ്റോ പൗരത്വമായിരിക്കും. ഇക്കാര്യം വിമാനത്തിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ എന്ന് തീർച്ചയില്ല. എന്നെ ഏറ്റവും സ്പർശിച്ച ഉദാഹരണം സവെന്തം ദുരന്തമാണ്. വിമാനത്താവളത്തിലെ ദുരന്തത്തിന് ഉത്തരവാദികൾ ബെൽജിയംകാർ ആയിരുന്നു. എന്നാൽ ഗെറ്റോവൽക്കരിക്കപ്പെട്ട, അതായത് സംയോജിപ്പിക്കപ്പെടാത്ത കുടിയേറ്റക്കാരുടെ മക്കളായിരുന്നു അത്. കുടിയേറ്റക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ, ജോലിയിലൂടെ, കരുതലിലൂടെ നിങ്ങൾ സംയോജിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗറില്ല പോരാളിയെയാവും സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഒരുവനെ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുക. കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതും എളുപ്പമല്ല. എന്നാൽ കുടിയേറ്റക്കാരുടെ പ്രശ്നം നാം പരിഹരിക്കുന്നില്ലെങ്കിൽ നാം സംസ്കാരത്തിന് ഒരു കപ്പൽ ഛേദം ഉണ്ടാക്കുകയാവും ചെയ്യുക, പാപ്പ പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളെ സംയോജിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നില്ലെങ്കിൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.